ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി റഷ്യ സന്ദർശിക്കാൻ പോവുകയാണ്. അടുത്തിടെ ചൈനയുടെ ആധിപത്യവുമായി റഷ്യ ഇടപെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള പഴയ ബന്ധം തിരികെ കൊണ്ടുവരാനാണ് ഈ ഒരു കൂടിക്കാഴ്ച. റഷ്യ ഉക്രൈൻ യുദ്ധം കാരണം ഇന്ത്യ പടിഞ്ഞാറൻ രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്നുവെന്ന് പല കാര്യങ്ങളും കിംവദന്തിയായി പടർന്നു. എന്നാൽ ഇതിനെല്ലാം പിന്നിലെ കാരണം യുക്തിസഹമാണ്. ഇന്ത്യൻ സൈന്യത്തിന് ആവശ്യമായ സൈനിക വിഭവങ്ങൾ യഥാസമയം നൽകാൻ റഷ്യക്ക് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം റഷ്യയുടെ ഭാഗത്ത് കൂടുതലായിരുന്നു, എന്നാൽ ഇന്ത്യയുടെ ഭാഗത്ത് അത് കുറവായിരുന്നു. ഇക്കാരണത്താൽ റഷ്യയുടെ പക്കൽ ഇന്ത്യയുടെ പണം ഉണ്ടായിരുന്നപ്പോൾ അവർക്കത് തിരികെ ചിലവഴിക്കാനായില്ല. അതിനാൽ വായ്പ ലഭിക്കുന്നതിലും നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങൾ കാരണം ഇന്ത്യ റഷ്യയിൽ നിന്നും സൈനിക ലോജിസ്റ്റിക്സ് വാങ്ങാതെ മറ്റൊരു ഭാഗത്തേക്ക് മാറി. പക്ഷേ റഷ്യയുമായുള്ള ബന്ധം പൂർണ്ണമായും അവസാനിപ്പിക്കാൻ ഇന്ത്യ ആഗ്രഹിച്ചിട്ടില്ല. അതിനാൽ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്, പ്രധാനമന്ത്രി ആയാലും റഷ്യൻ പ്രസിഡന്റ് ആയാലും പല കാര്യങ്ങൾ ചർച്ച ചെയ്താലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 5ാം തലമുറ യുദ്ധവിമാനത്തെ കുറിച്ചുള്ള പദ്ധതി ആയിരിക്കും. നമുക്ക് ഇതിനകം തന്നെ ഈ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പദ്ധതി തിരികെ കൊണ്ടുവരാൻ ഈ ഒരു ചർച്ചയിലൂടെ അവർ പദ്ധതിയിടും. എന്തുകൊണ്ട് ഈ പദ്ധതി വീണ്ടും വരുന്നു? ആംക പ്രോഗ്രാമിന്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്? Su-57 ഫൈറ്റർ ജെറ്റ് തിരികെ കൊണ്ടുവരുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്? ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. Su-57 ഫൈറ്റർ ജെറ്റ് പ്രോഗ്രാമിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വായ്പയുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റഷ്യയിൽ നിന്ന് ഇന്ത്യ വൻതോതിൽ എണ്ണ വാങ്ങുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. റഷ്യക്കാർ ഈ എണ്ണയ്ക്ക് തിരികെ പണം യുവാനിൽ നൽകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ ചൈനയുമായുള്ള പ്രശ്നം കാരണം നമുക്ക് യുവാൻ വ്യാപാരം നടത്താൻ സാധിച്ചില്ല. അതിനുശേഷം റഷ്യക്കാർ ഇന്ത്യൻ കറൻസി വാങ്ങി നമുക്ക് എണ്ണ നൽകി. ഇന്ത്യൻ കറൻസിയുടെ ലോകമൂല്യം യുവാനോ ദിർഹമോ റൂബിളോ ഡോളറോ പോലെ ഉയർന്നതല്ല. അതിനാൽ റഷ്യക്കാർക്ക് ഇന്ത്യൻ പണം ചിലവഴിക്കണമെങ്കിൽ അത് ഇന്ത്യയിൽ തന്നെ ചിലവഴിക്കേണ്ടി വരും. അതായത് അവർ ഇന്ത്യയിൽ നിന്നും കാർഷിക ഉൽപ്പന്നങ്ങൾ, ഔഷധ ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രോണിക്സ് മുതലായവ വാങ്ങേണ്ടി വരും. പക്ഷെ അവർക്ക് അതും ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ കറൻസി കൊടുത്തുകൊണ്ട് തന്നെ വാങ്ങേണ്ടി വരും. എന്നാൽ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം റഷ്യക്കാർക്ക് പ്രയോജനകരമായിരുന്നു. എന്നാൽ റഷ്യക്കാർക്ക് ഇന്ത്യയിൽ നിന്നും ധാരാളം സാധനം വാങ്ങാൻ കഴിഞ്ഞില്ല. അതിനാൽ അവരുടെ പക്കലുള്ള ഇന്ത്യൻ പണവും അവർക്ക് ചിലവഴിക്കാൻ സാധിച്ചില്ല. ഒരു നിശ്ചിത സമയത്തിന് ശേഷം നമ്മൾ വാങ്ങിയ എണ്ണയുടെ പണം ചിലവഴിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ഇന്ത്യൻ ബാങ്കുകളിൽ ബില്യൺ കണക്കിന് ഇന്ത്യൻ രൂപ അങ്ങനെ കൂടിക്കിടന്നു. ഇപ്പോ ഈ ഒരു ഘട്ടത്തിൽ സംഭവിച്ചത്, റഷ്യക്കാർക്ക് ഇന്ത്യൻ രൂപ ചിലവഴിക്കാൻ കഴിയുന്നില്ല എന്നൊരു സ്ഥിതി വന്നു. അതിനാൽ ഇനി ഇന്ത്യൻ രൂപയിൽ വ്യാപാരം നടത്താൻ സാധിക്കില്ല. ഈ ഒരു കറൻസി ഇനി ഞങ്ങളുടെ നാട്ടിൽ വേണ്ട എന്നവർ പറഞ്ഞു. ആ ഒരു ഘട്ടത്തിൽ ചെറിയൊരു കാലതാമസം നമുക്ക് സംഭവിച്ചു. അതിനുശേഷം ജയശങ്കർ നേരിട്ട് റഷ്യയിലെത്തി അവരുമായി സംസാരിച്ചു. പിന്നീട് നമ്മൾ ദിർഹം വഴിയുള്ള കച്ചവടം പുനരാരംഭിച്ചു. ഇപ്പോൾ നമ്മൾ ദിർഹം വഴി എണ്ണ വാങ്ങുന്നു. അതേസമയം നമ്മൾ റഷ്യക്കാർക്ക് മറ്റൊരു ഓപ്ഷൻ കൂടെ കൊടുത്തു. ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് പകരം ഇന്ത്യയിലെ ചില പദ്ധതികളിൽ നിക്ഷേപിക്കാൻ നമ്മൾ അവരോട് ആവശ്യപ്പെട്ടു. ഇന്ത്യൻ രൂപ ചിലവഴിക്കാൻ നമ്മൾ അങ്ങനെ ഒരു ഗേറ്റ് തുറന്നു കൊടുത്തു. ഇനി റഷ്യക്കാർ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? നമ്മളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് പകരം അവർ ഇന്ത്യയിലുള്ള നിർമ്മാണ പദ്ധതിയിലോ മറ്റേതെങ്കിലും പദ്ധതിയിലോ നിക്ഷേപിക്കും. ഇപ്പോഴിതാ റഷ്യയുടെ പക്കലുള്ള ഇന്ത്യൻ കറൻസി അങ്ങനെ പതിയെ പതിയെ കുറഞ്ഞു വരുന്നുണ്ട്. മറുവശത്ത് ഉക്രൈൻ യുദ്ധം റഷ്യക്കാർക്കിടയിൽ സുസ്ഥിരമായി. അവരുടെ സൈനിക വ്യവസായ സമുച്ചയം അല്പം ഉയർന്നു. ഈ ഒരു ഘട്ടത്തിൽ റഷ്യക്കാർ ഇന്ത്യക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ നൽകാനും തുടങ്ങി. ഇപ്പോ ഇരുപക്ഷവും അങ്ങനെ ഒരു പ്രശ്നം പരിഹരിച്ചതുകൊണ്ട് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള സൈനിക കരാർ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. പല ഭാഗങ്ങളിലും നമ്മൾ ഇക്കാര്യത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇന്ത്യ റഷ്യയിൽ നിന്ന് മുഴുവനായും പുറത്തേക്ക് വന്നതല്ല. ചില ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഇന്ത്യ റഷ്യ വിടാൻ കാരണം. ഇപ്പൊ പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷം നമ്മുടെ പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ കൂടുതൽ ഇടപാടുകളെ കുറിച്ച് സംസാരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഇടപാടുകളിൽ ഒന്നാണ് സിവിലിയൻ ന്യൂക്ലിയർ പ്രോഗ്രാം. SMR എന്ന റിയാക്ടർ സാങ്കേതിക വിദ്യ നമുക്ക് അറിയാം. ഈ റിയാക്ടർ സാങ്കേതിക വിദ്യയിൽ റഷ്യയാണ് ഇപ്പോൾ മുൻപന്തിയിൽ. ഇന്ത്യയിൽ നിരവധി റിയാക്ടറുകൾ നിർമ്മിക്കാനുള്ള പദ്ധതികൾ അവർ ഏറ്റെടുക്കാൻ പോകുന്നു. മാത്രമല്ല, കപ്പലിലെ ആണവ റിയാക്ടർ, അതായത് കപ്പലിലെ ആണവ റിയാക്ടർ വഴി ലോകത്തിലെ ഏത് സ്ഥലത്തും ആണവോർജ നിലയം നിർത്താൻ സാധിക്കും. ഇത് റഷ്യക്കാർ ഇന്ത്യക്ക് നൽകുന്നുണ്ട്. ഇത് നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. അതിനാൽ സിവിലിയൻ ന്യൂക്ലിയർ ടെക്നോളജിയിൽ റഷ്യൻ ഭാഗം വരും വർഷങ്ങളിൽ കൂടുതലായിരിക്കും. ഇനി സൈനിക കാര്യത്തിലും നമ്മൾ റഷ്യക്കാരുമായി പല കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നു. ഇന്ത്യയുടെ 5ാം തലമുറ യുദ്ധവിമാന പ്രോഗ്രാമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്.
റഷ്യയുടെ 5ാം തലമുറ യുദ്ധവിമാന പദ്ധതിയിൽ നിന്ന് ഇന്ത്യ ഔദ്യോഗികമായി വിടുകയാണെന്ന് 2018 നിർമ്മല സീതാരാമൻ പറഞ്ഞിരുന്നു. മാത്രമല്ല, ഇന്ത്യ ഈ പരിപാടി പൂർണ്ണമായും ഉപേക്ഷിച്ചതല്ല. ഇന്ത്യക്ക് ഈ പ്രോഗ്രാമിൽ വീണ്ടും ചേരാനും എപ്പോ വേണമെങ്കിലും Su-57 വാങ്ങാനും സാധിക്കും. ഇങ്ങനെയായിരുന്നു അന്നവർ പറഞ്ഞിരുന്നത്. ഈ പോയിന്റ് കൊണ്ട് അവർ ഉദ്ദേശിച്ചത് എന്താണ്? എന്തുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാമിൽ നിന്നും ഇന്ത്യ പുറത്തേക്ക് വന്നത്? ഇതിനുള്ള ഉത്തരം, അക്കാലത്ത് ഇന്ത്യൻ വ്യോമസേനയുടെ ആവശ്യങ്ങൾ റഷ്യക്കാർ പാലിച്ചില്ല. എന്നാൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഭാവിയിൽ റഷ്യക്കാർ നമ്മുടെ ആവശ്യകതകളെല്ലാം പൂർത്തിയാക്കിയാൽ നമ്മൾ ആ വിമാനം വാങ്ങണം. അങ്ങനെ ചില ഡീലിംഗ്സ് നടത്തിയിട്ടാണ് നമ്മൾ ആ പ്രോഗ്രാമിൽ നിന്നും അന്ന് പുറത്തേക്ക് വന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ ആവശ്യകതകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ആദ്യത്തെ കാര്യം സ്റ്റെൽത്ത് ആണ്. സ്റ്റെൽത്ത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അത്ര മികച്ചതായിരുന്നില്ല. ചില മേഖലകളിൽ അത് മികച്ചതായിരുന്നു, ചില മേഖലകളിൽ അത് മോശമായിരുന്നു. പ്രത്യേകിച്ചും എഞ്ചിന്റെ നോസിൽ നിന്നും പുറത്തേക്ക് വരുന്ന ചൂട് വളരെ ഉയർന്നതായിരുന്നു. സ്റ്റെൽത്ത് എന്നാൽ റഡാർ തരംഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുക എന്ന് മാത്രമല്ല അർത്ഥമാക്കുന്നത്. മൊത്തത്തിൽ എഞ്ചിനിൽ നിന്നും പുറത്തേക്ക് വരുന്ന എക്സ്ഹോസ്റ്റ് ഹീറ്റ് കുറവായിരിക്കണം. എങ്കിൽ മാത്രമേ വിമാനത്തിന്റെ ചൂട് തേടുന്ന മിസൈലുകളിൽ നിന്നും രക്ഷപ്പെടാൻ അവയ്ക്ക് സാധിക്കൂ. സ്റ്റെൽത്ത് എന്നാൽ പൊതുവെ എല്ലാം ചേർത്ത് പറയുന്നതാണ്. അതിനാൽ എഞ്ചിൻ നോസിൽ നിന്നും പുറത്തേക്ക് വരുന്ന ചൂട് ഉയർന്നതാണ് എന്നതാണ് ആദ്യമായി പറഞ്ഞൊരു കാര്യം. അടുത്തത്, ഈ വിമാനത്തിന്റെ എഞ്ചിനുകൾക്ക് ശക്തി കുറവായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചത് സൂപ്പർ ക്രൂയിസ് ശേഷിയായിരുന്നു. അതായത് ആഫ്റ്റർ ബേണർ ഉപയോഗിക്കാതെ തന്നെ ഇത് മാർക്ക് 1ൽ പ്രവർത്തിക്കണം. ഇതിനു മുൻപ് എഞ്ചിനുകളിൽ ഈ ഒരു ശേഷി ഉപയോഗിച്ചിരുന്നില്ല. ഇപ്പോ റഷ്യക്കാരുടെ പക്കലുള്ള എഞ്ചിനുകൾ വളരെ ശക്തമാണ്. ഇതുവഴി Su-57നെയും സൂപ്പർ ക്രൂയിസായി ഉപയോഗിക്കാൻ സാധിക്കും. Su-57 ആണ് ആഫ്റ്റർ ബേണർ ഉപയോഗിക്കാത്ത ലോകത്തിലെ ഏക വിമാനം. ഇതിനെ മാർക്ക് 1.6ൽ ഉപയോഗിക്കാൻ സാധിക്കും. 4.5 ജനറേഷൻ വിമാനമാണ് F-16. F-15 അപ്പുറം സൂപ്പർ ക്രൂയിസ് ചെയ്യാൻ കഴിയുന്ന ഒരേയൊരു വിമാനം F-16 ആണ്. പക്ഷേ മാർക്ക് 1ൽ മാത്രമേ F-16 ഉപയോഗിക്കാനാവുകയുള്ളൂ. അതും F-16ൽ പേലോഡ് ഒന്നും എടുക്കാൻ പാടില്ല. അങ്ങനെ എടുത്തില്ലെങ്കിൽ മാത്രമേ ആഫ്റ്റർ ബേൺ ഇല്ലാതെ മാർക്ക് 1ൽ അത് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ Su-57 മാർക്ക് 1.6ൽ ഉപയോഗിക്കാൻ സാധിക്കും. ലോകത്തിൽ ഏറ്റവും വേഗതയേറിയ ആഫ്റ്റർ ബേണർ ഉപയോഗിക്കാത്ത ഒരു വിമാനം അത് Su-57 ആണ്. അത്രമാത്രം അവർ അതിന്റെ എഞ്ചിനുകൾ നവീകരിച്ചു. എഞ്ചിൻ നോസിലുകളിൽ നിന്ന് വരുന്ന ചൂട് അവർ കുറച്ചിട്ടുണ്ട്. വിമാനത്തിന്റെ രഹസ്യ സ്വഭാവവും അവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വ്യോമസേനയുടെ അവസാനത്തെ ഒരു അഭ്യർത്ഥന ഇരട്ട സീറ്റുള്ള പരിശീലന വേരിയന്റ് ആയിരുന്നു. റഷ്യ ഇതുവരെയും പൂർത്തിയാക്കാത്ത ഒരേ ഒരു കാര്യം അതായിരുന്നു. പക്ഷെ അവർ ഇരട്ട സീറ്റർ വേരിയന്റിന്റെ വികസനം രൂപകൽപ്പന ആരംഭിച്ചിട്ടുണ്ട്. താമസിയാതെ ഈ ഒരു വേരിയന്റ് പുറത്തേക്കിറങ്ങും. അങ്ങനെ ഇന്ത്യൻ വ്യോമസേനയുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ കഴിയുന്ന ഏക വിമാനമായി Su-57 മാറും. ഇന്ത്യൻ വ്യോമസേനയുടെ ആവശ്യങ്ങൾക്ക് അപ്പുറം പലരും Su-57ന്റെ കഴിവുകളെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് കാറ്റ്സ് വാരിയർ ആണ്. ഒരൊറ്റ യുദ്ധവിമാനം ഉപയോഗിച്ച് 10ലധികം ഡ്രോണുകളെ നിയന്ത്രിക്കുന്ന മദർഷിപ്പുള്ള ഒരു യുദ്ധ ഗ്രൂപ്പാണ് കാറ്റ്സ് വാരിയർ. കാറ്റ്സ് വാരിയറിന്റെ വികസനത്തിൽ റഷ്യക്കാർ അവരുടെ Su-57 വികസിപ്പിച്ചെടുത്തു. അതിനാൽ ഇന്ത്യൻ വ്യോമസേനയുടെ ആവശ്യകതകളും നിറവേറ്റി ഒരുപടി മുന്നിലേക്ക് അവർ Su-57നെ നവീകരിച്ചു. ഇനി ഈ Su-57 വാങ്ങാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് Su-57 നമ്മൾ ഇതിനു മുൻപ് വാങ്ങാത്തത് എന്ന് ചോദിച്ചാൽ അതിന് കാരണം ആംക പ്രോഗ്രാമാണ്. ആംക ഒരു ആഭ്യന്തര പ്രോഗ്രാമാണ്. ആ ഒരു പ്രോഗ്രാം ഉള്ളപ്പോൾ നമുക്ക് പുറത്തു നിന്ന് Su-57 വാങ്ങുന്നതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് Su-57 വാങ്ങണ്ട എന്ന് പലരും പറഞ്ഞു. ഇപ്പോ അതിന് ഒരു മാറ്റം വരാൻ കാരണം ജിയോ പൊളിറ്റിക്സ് ആണ്. ആംക പ്രോഗ്രാം വന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു Su-57 വാങ്ങാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ഭാവിയിൽ എന്തും സംഭവിക്കാമെന്ന്. ഇത് പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതുമാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. നമ്മുടെ 2 എതിരാളികൾക്കും അടുത്ത തലമുറ യുദ്ധവിമാനം വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. 2030ലാണ് ആദ്യത്തെ ആംക റോൾ ഔട്ട്. അങ്ങനെ നോക്കിയാൽ 2030 ചൈനയ്ക്ക് കുറഞ്ഞത് 500 യുദ്ധവിമാനങ്ങളെങ്കിലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 500ലധികം J-20 സ്റ്റെൽത്ത് വിമാനങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഒരു വർഷത്തിൽ അവർ 100 യുദ്ധവിമാനങ്ങളാണ് നിർമ്മിക്കുന്നത്. എന്നാൽ 126 F-30 യുദ്ധവിമാനങ്ങളാണ് ഒരു വർഷത്തിൽ അമേരിക്ക പോലും നിർമ്മിക്കുന്നത്. അതും ലോകത്തിലുള്ള എല്ലാ വ്യോമസേനയ്ക്കും ചേർത്താണ് അവർ നിർമ്മിക്കുന്നത്. എന്നാൽ ചൈന തങ്ങളുടെ രാജ്യത്തിന് വേണ്ടി മാത്രം 120 യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 50 യുദ്ധവിമാനങ്ങളാണ് അവർ നിർമ്മിച്ചത്. മറുവശത്ത് നമ്മുടെ എതിരാളിയായ പാകിസ്ഥാന് F-31 യുദ്ധവിമാനങ്ങളുണ്ട്. J-20യുടെ ഡൗൺഗ്രേഡ് വേരിയന്റ് ആണ് F-31. ആ രാജ്യത്തെ എയർ ചീഫ് മാർഷൽ ഈ വേരിയന്റ് വാങ്ങി പാകിസ്ഥാൻ വ്യോമസേന ചേർക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ആരംഭിച്ചിട്ടുണ്ട്.
അടുത്ത 2 വർഷത്തിനുള്ളിൽ 20 മുതൽ 30 F-31 ഫൈറ്റർ ജെറ്റുകൾക്ക് അവർ ഓർഡർ നൽകും. അങ്ങനെ 3-4 വർഷത്തിനുള്ളിൽ നമ്മുടെ 2 എതിരാളികൾക്കും 50-ലധികം യുദ്ധവിമാനങ്ങൾ ഉണ്ടാകും. പക്ഷേ നമ്മുടെ ഭാഗം നോക്കുമ്പോൾ 2030 നമ്മൾ ഒരേ ഒരു ആംക യുദ്ധവിമാനം മാത്രമേ പുറത്തിറക്കുകയുള്ളൂ. അതും ഒരു പ്രോട്ടോടൈപ്പ് മാത്രം. ഈ സമയത്ത് 5ാം തലമുറ യുദ്ധവിമാനം വാങ്ങണമെന്ന നിർബന്ധത്തിലേക്ക് നമ്മൾ വരുന്നു. മറ്റു മാർഗമൊന്നുമില്ല. 5ാം തലമുറ യുദ്ധവിമാനം പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥയിലേക്ക് എത്തി. അത് വാങ്ങണമെന്നുള്ളപ്പോൾ F-35 യുദ്ധവിമാനങ്ങൾ ഉണ്ട്. പക്ഷേ F-35 യുദ്ധവിമാനങ്ങൾ പരിപാലിക്കുന്നത് പ്രയാസമാണ്. ഇപ്പോ Su-57 യുദ്ധവിമാനമാണ് ഏറ്റവും മികച്ചൊരു ഓപ്ഷൻ. അതിനാൽ ഈ ഒരു പ്രത്യേക മീറ്റിംഗിൽ Su-57 യുദ്ധവിമാനങ്ങളെ കുറിച്ചായിരിക്കും നമ്മൾ കൂടുതലും ചർച്ച ചെയ്യാൻ പോകുന്നത്. Su-57 യുദ്ധവിമാനങ്ങൾ ഒരു ശക്തമായ വിമാനമാണെങ്കിലും അത് F-35, J-20 യുദ്ധവിമാനങ്ങളെ പോലെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടോ എന്ന് ഇന്ത്യൻ വ്യോമസേന വിലയിരുത്തും. അത് മൂല്യനിർണ്ണയത്തിൽ വിജയിച്ചില്ലെങ്കിൽ നമ്മളത് വാങ്ങില്ല. പക്ഷെ അത് വിജയിച്ചാൽ ഈ വിമാനം നമ്മുടെ ഒരു മാസ്റ്റർ പീസായി മാറും. കാരണം ഈ 2 5ാം തലമുറ യുദ്ധവിമാനങ്ങളായ J-20, F-35 ഇവയെ Su-57 കൊണ്ട് ഒന്നുമല്ലാതാക്കാൻ സാധിക്കും. സാങ്കേതികമായി അത് വളരെ മികച്ചതാണ്. ഇത് പ്രായോഗികമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പക്ഷേ ഇതൊരു സംയുക്ത സംരംഭ പരിപാടിയാണ്. അതിനാൽ അതിലെ കഴിവുകളിൽ എന്തെങ്കിലും കുറവുള്ളിടത്ത് അത് DRDO പൂർത്തിയാക്കും. കാരണം അവർ ആംക പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട്. അതിലെ ചില അനുഭവ പരിചയം ഉപയോഗിച്ച് നൂതനമായ സ്റ്റെൽത്ത്, അബ്സോർബൻ കോട്ടിംഗ് എന്നിവ ഉപയോഗിച്ചും ഈ 5ാം തലമുറ യുദ്ധവിമാനം മാരകമായി അവർ പുറത്തേക്കിറക്കും. പക്ഷെ അതിനായി Su-57 അതിന്റെ അന്തിമ നടപടിക്രമങ്ങൾക്കപ്പുറം നമ്മൾ അതിനെ കരാറിൽ ഉൾപ്പെടുത്തുകയും അത് പുറത്തേക്ക് എത്തിക്കുകയും വേണം. അവസാനം ഇതെങ്ങനെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. റഷ്യയുമായി ഇന്ത്യ വീണ്ടും സൈനിക കരാർ പദ്ധതികളിൽ ഏർപ്പെടാൻ പോകുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.